സ്കെച്ച് മീഡിയയുടെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് നല്ലൊരു പായസം ഉണ്ടാക്കിയാലോ? നല്ല നാടൻ രീതിയിൽ ചെറുപയർ പരിപ്പ് ഉപയോഗിച്ചിട്ട് നമുക്കൊരു അടിപൊളി പായസം ഉണ്ടാക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ചെറുപയർ പരിപ്പാണ്. ഞാനിവിടെ 1/2 കിലോ ചെറുപയർ പരിപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ചെറുപയറും ചെറുപയർ പരിപ്പും രണ്ടും വേറെ വേറെയാണ് കേട്ടോ സാധനങ്ങൾ. ഇതാണ് ചെറുപയർ പരിപ്പ്. ഇതിന് വേറെ എന്തെങ്കിലും പേര് വേറെ നാടുകളിൽ പറയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ ഏരിയയിലേക്ക് ഇന്ന് ചെറുപയർ പരിപ്പ് എന്നാണ് പറയുക. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ പായസം ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇനി വേറെ നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങയാണ്. തേങ്ങാപ്പാലാണ് വേണ്ടത്. അപ്പോൾ ഞാനിത് ഒരു തേങ്ങ ഫുള്ളായിട്ട് ചിരകി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തേങ്ങാപ്പാലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 1/2 കിലോ ചെറുപയർ പരിപ്പിലേക്ക് ഞാൻ ഒരു തേങ്ങ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കംപ്ലീറ്റ് പാല് നമുക്ക് പിഴിഞ്ഞെടുക്കണം. പിന്നെ നമുക്ക് ശർക്കര വേണം ഇതിലേക്ക്. അപ്പോൾ ശർക്കര എന്ന് പറയുമ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു 7 പീസ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അത് ശർക്കരയുടെ മധുരവും കളറൊക്കെ വേരി ചെയ്യും കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ നല്ല കളറുണ്ട്, നല്ല മധുരമുണ്ട് ശർക്കരയാണ്. പിന്നെ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചും ഇതിൻ്റെ അളവിൽ മാറ്റം വരുത്താം കേട്ടോ. ചിലർക്ക് നല്ല മധുരം വേണ്ടി വരും, ചിലർക്ക് കുറവ് മതിയാവും. അതിനനുസരിച്ച് ശർക്കരൻ്റെ അളവിൽ മാറ്റം വരുത്താം. പിന്നെ ഞാൻ തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. തേങ്ങ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നെയ്യിലിട്ടൊന്ന് മൂപ്പിച്ചിട്ട് ഇതിലേക്ക് ഇടണം. അപ്പോൾ ഇതിന് പകരം വേണമെങ്കിൽ നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി യൂസ് ചെയ്യാം. പക്ഷേ അതിനേക്കാളും ടേസ്റ്റ് ഈ തേങ്ങാക്കൊത്ത് ഉപയോഗിക്കുമ്പോഴാണ്. അപ്പോൾ ഇതുണ്ടെങ്കിൽ ഇത് തന്നെ ഉപയോഗിക്കും കേട്ടോ. അണ്ടിപ്പരിപ്പ് മുന്തിരിനേക്കാളും ടേസ്റ്റ് ഇതായിരിക്കും. ആദ്യം നമുക്ക് നമ്മുടെ ഈ ചെറുപയർ പരിപ്പിനെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ചട്ടി ചൂടായ ശേഷം ചെറുപയർ പരിപ്പ് അതിലേക്ക് ഇടാം. അപ്പോൾ ഇതിന് മുമ്പ് ചെറുപയർ പരിപ്പ് നന്നായിട്ട് കഴുകണം കേട്ടോ. നല്ലോണം വാഷ് ചെയ്തിട്ട് ഡ്രെയിൻ ചെയ്യാൻ വെക്കുക. എന്നിട്ട് അതിലെ വെള്ളമൊക്കെ നല്ലോണം പോയ ശേഷം വറുക്കാനെടുത്താൽ മതി. അപ്പോൾ വറുക്കുക എന്ന് പറയുമ്പോൾ ഇത് ഒരുപാട് സമയമൊന്നും വേണ്ട. പക്ഷെ ഇതിലിട്ടൊരു 2-3 മിനിറ്റ് നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ നല്ലൊരു ചെറിയൊരു സ്മെല്ലൊക്കെ വരാൻ തുടങ്ങും. കാരണം ഇങ്ങനെ നമ്മൾ വറുത്തിട്ട് പായസം ഉണ്ടാക്കുമ്പോൾ അതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇനിയിപ്പോൾ അഥവാ നമുക്കിതിന് സമയമില്ലെങ്കിൽ വേണമെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം. പക്ഷേ ടൈം ഉണ്ടെങ്കിൽ എന്തായാലും ഇങ്ങനെ തന്നെ ചെയ്യാം. അതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഇത് വറുത്ത് കഴിഞ്ഞാൽ നമുക്കിനി അടുത്തത് ശർക്കര ഉരുക്കാൻ വേണ്ടി വെക്കാം. നമുക്ക് ശർക്കര ഉരുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഏകദേശം ശർക്കരൻ്റെ ഒപ്പം തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ ഇത് ഉരുക്കിയെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്തുള്ള സ്റ്റൗവിൽ തന്നെ നമുക്ക് നമ്മുടെ ചെറുപയർ പരിപ്പുണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ വറുത്ത് വെച്ചത്, അത് കുക്കറിലൊന്ന് വേവിക്കാനിടാം. അപ്പോൾ ഞാൻ കുക്കറിലേക്ക് ആ ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിൻ്റെ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനെ കുക്കറിൽ വേവിക്കാം. ഞാനിപ്പോൾ കുക്കറിലാണ് കേട്ടോ വേവിക്കുന്നത്. കുക്കറിലാകുമ്പോൾ നമുക്ക് ഒന്നുകൂടെ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം എന്ന് പറയുമ്പോൾ ഈ ചെറുപയർ പരിപ്പിനേക്കാളും കുറച്ചുകൂടെ മുകളിൽ വെള്ളം നിൽക്കണം കേട്ടോ. ആ ഒരു പാകത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇടണം. കുറച്ചൊരു ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് ഒരുപാടൊന്നും വേണ്ട കേട്ടോ. കാരണം നമ്മളിതിലേക്ക് മധുരമാണ്, ബാക്കിയെല്ലാം ശർക്കരയൊക്കെ മധുരമാണ്. എങ്കിലും ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ്, വളരെ കുറച്ച് മതി, അതിട്ട് കൊടുക്കുക. എന്നിട്ട് കുക്കർ അടിച്ച് വെച്ചിട്ട് ഒരു 3 വിസിലടിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. നമ്മളിത് കുക്കറിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ടൈം സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ പായസത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യൊന്നും വേണ്ടി വരില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിനി കുക്കർ അടിച്ച് വെച്ചിട്ട് 3 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ 3 വിസിൽ വന്നതിന് ശേഷം നമ്മൾ കുക്കർ മാറ്റി വെക്കുക. എന്നിട്ടൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഞാനിപ്പോൾ ഒരു 2 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. മിൽമയുടെ നെയ്യാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ തേങ്ങ കൊത്തി അരിഞ്ഞ് വെച്ചില്ലേ, അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ നെയ്യിലേക്ക് ഇട്ടിട്ട് നമുക്കത് നല്ലോണം ഒന്ന് വറുത്തെടുക്കണം. വറുക്കുക മീൻസ് ആ ഒരു നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നമ്മളിത് മൂപ്പിച്ചെടുക്കുക. കാരണം ഈ തേങ്ങ ഇടുന്ന ടേസ്റ്റ് എന്തായാലും നമ്മൾ അണ്ടിപ്പരിപ്പോ മുന്തിരിയോ ഇട്ടാൽ കിട്ടില്ല. അത് നമ്മൾ ഈ ചെറുപയർ പരിപ്പ് ഉപയോഗിച്ച് വെക്കുന്ന ഈ പായസത്തിലൊക്കെ ഈ ഒരു തേങ്ങയാണ് അതിൻ്റെ ഒരു പെർഫെക്റ്റ് മാച്ച്. അത് ഇത് തന്നെ ഇടുക. അപ്പോൾ ഇതുള്ളവർ ഇത് തന്നെ മാക്സിമം ഇത് തന്നെ ഇടുക. ഇതില്ലെങ്കിൽ പിന്നെ വേറെ വഴിയില്ലല്ലോ. അപ്പോൾ പിന്നെ അണ്ടിപ്പരിപ്പോ മുന്തിരിയോ ഒക്കെ ചേർത്ത് എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. പക്ഷേ ഇതാണ് അതിൻ്റെ കറക്റ്റ് ആ ഒരു മാച്ച്. ഇത് കടിക്കുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നെയ്യിൽ വറുത്ത് തേങ്ങാക്കൊത്തൂടെ ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും അതിന്. അപ്പോൾ പിന്നെ ഇത് വറുക്കുമ്പോൾ ഒരു
ഒരുപാടൊക്കെ കരിഞ്ഞു പോകുന്നു വേണ്ട കേട്ടോ. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിത് ഇതിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇതിപ്പോൾ ഇതാ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നെയ്യിൽ നിന്ന് ഇതൊന്ന് കോരിയെടുക്കാം. കോരിയിട്ട് മാറ്റി വെക്കുക. എന്നിട്ട് വേണം നമ്മൾ അതിലേക്ക്, ഇപ്പോൾ ഇതാ ഞാനിത് കോരി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ നെയ്യിലേക്ക് കുറച്ച് നെയ്യ് ബാക്കി ഉണ്ടാവും, വളരെ കുറച്ച് നെയ്യ് നമ്മൾ പായസത്തിൽ ഉപയോഗിക്കുന്നുള്ളൂ. അതിലേക്ക് നമ്മളിപ്പോൾ കുക്കറിൽ വേവിച്ചെടുത്തില്ലേ നമ്മുടെ ചെറുപയർ പരിപ്പ്, അത് ഈ നെയ്യിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആ ചെറുപയർ പരിപ്പ് വേവിച്ചതിൽ കുറച്ച് വെള്ളം ഉണ്ടാവും കേട്ടോ. ആ വെള്ളം ഉണ്ടായിക്കോട്ടെ, വെള്ളം കളയാനൊന്നും പോവേണ്ട. ഇനിയിപ്പോൾ ഭയങ്കര തിക്കായ പായസമാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ ആ വെള്ളം വേണമെങ്കിൽ ഒന്ന് ഡ്രെയിൻ ചെയ്ത് കളയാം, എന്നിട്ട് ഒഴിച്ചാൽ മതി. അല്ല ഒരു നോർമലായിട്ടുള്ള കൺസിസ്റ്റൻസിയിലുള്ള പായസമാണെങ്കിൽ ആ വെള്ളം ഒഴിവാക്കേണ്ട, അത് പാകമായിരിക്കും. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒരുപാട് വെള്ളം കൂടുതലായി തോന്നുകയാണെങ്കിൽ കുറച്ച് ഒഴിവാക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ശർക്കര ഉരുക്കിയില്ലേ നേരത്തെ, ആ ശർക്കര ഉരുക്കി വെച്ചതും ഈ ചെറുപയർ പരിപ്പിലേക്ക് ചേർത്ത് കൊടുക്കുക. അത് കംപ്ലീറ്റ് ആയിട്ട് ചേർക്കുക. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ശർക്കര ഇപ്പോൾ ഇതിലേക്ക് ഫുള്ള് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും ഈ ശർക്കരയിൽ കിടന്നിട്ട് ഈ ചെറുപയർ പരിപ്പ് നല്ലോണം ഒന്ന് തിളക്കണം. അത് നല്ലോണം ഇതിലേക്ക് കിടന്ന് തിളക്കുമ്പോഴാണ് ഈ ശർക്കര ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സായി വരാം. അപ്പോൾ ഈ സമയം നമുക്കിതിലേക്ക് കുറച്ച് ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അത് ചേർക്കണം നിർബന്ധമില്ല, പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ്. അപ്പോൾ ഇത് ചിലർക്ക് ഇഷ്ടമുണ്ടാവില്ല, അങ്ങനെയുള്ളവർക്ക് അവോയ്ഡ് ചെയ്യാം. ഇത് ജീരകം നമ്മൾ വറുത്ത് പൊടിച്ച് വെക്കില്ലേ, ആ ജീരകപ്പൊടിയാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു അര ടീസ്പൂണോളം ഇപ്പോൾ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ലാസ്റ്റ് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്, നല്ലോണം ശർക്കരയിൽ കിടന്നിട്ട് നമ്മുടെ ചെറുപയർ പരിപ്പ് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ, നല്ലോണം കുറച്ച് സമയം തന്നെ തിളച്ചോട്ടെ, എന്നിട്ട് നമ്മൾ ഇതിനെ ഒന്ന് സിമ്മിലേക്ക് ഇടുക, തീ ഒന്ന് ചെറുതാക്കി കൊടുക്കുക. എന്നിട്ട് വേണം നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കാൻ. അപ്പോൾ ഞാൻ ഫസ്റ്റ് കാണിച്ചില്ലേ, ഒരു തേങ്ങ മുഴുവൻ നമ്മൾ ചിരകി എടുക്കണം എന്ന് പറഞ്ഞില്ലേ, ആ തേങ്ങയുടെ കംപ്ലീറ്റ് പാൽ നമ്മൾ എടുക്കണം. എന്നിട്ട് ആ ഒരു തേങ്ങയുടെ ഫുള്ള് ആയിട്ടുണ്ട് തേങ്ങാപ്പാലാണിത്, അത് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ തീ ലോ ഫ്ലെയിമിലേക്ക് ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കാരണം തേങ്ങാപ്പാൽ ഇട്ട ശേഷം പിന്നെ ഇത് തിളക്കാൻ പാടില്ല. അങ്ങനെ തിളച്ചാൽ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തേങ്ങാപ്പാൽ ഒഴിച്ച ശേഷം തിളക്കരുത്, അത് ജസ്റ്റ് ചൂടാവാനേ പാടുള്ളൂ. ചൂടായാൽ നമുക്ക് ഓഫാക്കാം. അപ്പോൾ ജസ്റ്റ് സിമ്മിലേക്ക് ഇടുക, എന്നിട്ട് വേണം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തു. ഇനി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറച്ചുകൂടെ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ടെന്ന്, അപ്പോൾ ഞാൻ ഒരു അര ടീസ്പൂണും കൂടി ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ പായസം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടായാൽ പായസം റെഡിയാകും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ തേങ്ങാക്കൊത്ത് വറുത്ത് വെച്ചല്ലോ, അപ്പോൾ അതിൽ നിന്ന് നമ്മൾ അതിൻ്റെ ഒരു 1/4 ഭാഗത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ബാക്കി ഒരു 1/4 ഭാഗം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, കാരണം അത് നമ്മളിത് ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ കുറച്ച് മാറ്റി വെക്കാം, അല്ലെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ചിട്ടാലും കുഴപ്പമില്ല. അത് ഏകദേശം എല്ലാം മുകളിൽ തന്നെ പൊങ്ങി നിൽക്കും തേങ്ങാക്കൊത്ത്. ഇനി അഥവാ പൊങ്ങി നിൽക്കുന്നില്ലെങ്കിൽ കുറച്ച് മുകളിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് മാറ്റി വെച്ചത്. അപ്പോൾ അതുകൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ അടിപൊളി പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പായസം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം, താഴെ കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കുക. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.